ഹലോ, ഇന്ന് നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ? വേറെ ഒന്നുമല്ല, അമ്മയ്ക്കൊരു പലഹാരം ഞാനിന്ന് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, പിന്നെ ഇച്ചിരി വെള്ളവും, അതുപോലെ തന്നെ ചെറുപയറും, പിന്നെ ചിരകിയ തേങ്ങയും. ഈ ഏലക്കപ്പൊടി ഓപ്ഷണലാണ്. അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കുക. പഴമൊക്കെ നല്ല ഇങ്ങനെ കിളുകിളാന്ന് വരുന്ന ഒരു ഇതില്ലേ, ആ ഒരു രീതിക്ക് എടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഗ്യാസിൽ ഏതടുപ്പിലായാലും ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇതിൽ ഓരോരോ സ്പൂൺ വീതം ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. സോ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ ചായയും ഇതും അമ്മയ്ക്ക് ഒരുമിച്ച് കൊടുക്കാമല്ലോ. ഞാനിത് ഉണ്ടാക്കുന്നത് അറിയാണ്ട് അമ്മ വേറെ കുറച്ച് പലഹാരങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിച്ചപ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷവും ചിരിയും എല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറയും. സോ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അമ്മയുടെ റിയാക്ഷൻ വീഡിയോ എൻഡിൽ ഞാൻ കൊടുത്തേക്കാം. കഴിക്ക് ചൂടുണ്ടേ.